ഹേ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ് മാത്തമാറ്റിക്സിൽ വരണ ഒന്നാമത്തെയും മൂന്നാമത്തെയും പാഠത്തിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് എന്തിട്ടാണെന്ന് നമുക്ക് പഠിക്കാം. അതിനേക്കാൾ മുമ്പ് നമുക്ക് സീക്വൻസ് എന്താണെന്ന് അറിയണം. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ ഈ ക്ലാസ് എടുക്കുക ഈ ബോർഡിൽ എഴുതിയെടുക്കും, അതിൻ്റെ ഒപ്പം തന്നെ ഇടയ്ക്ക് കുറച്ച് PPT സ്ലൈഡ്സും കാണിക്കും. നിങ്ങൾ ഇത് പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു റഫ് ബുക്കായിട്ട് പഠിക്കാതിരുന്നാൽ മതി. ഞാൻ ഇടയ്ക്ക് ചില പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾക്കത് സ്വയം ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എൻ്റെ ഒപ്പം ചെയ്ത് നോക്കാം. പക്ഷേ ഈ ക്ലാസ് എടുക്കണ സ്ലൈഡ്സ് ആയാലും ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ആയാലും രണ്ടും ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് നോട്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഇതിൻ്റെ PPT ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ PPT നോക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ മാത്രം നോട്ട് ബുക്കിൽ നോക്കാം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി വേറെ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കേണ്ട. ഓക്കെ, വേറെ ഒന്നും എവിടെ നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ടി വരില്ല. നിങ്ങൾക്ക് ആദ്യം സംശയം ഉണ്ടെങ്കിൽ PPT നോക്കുക, അത് മനസ്സിലായില്ലെങ്കിൽ നോട്ട് നോക്കുക, അത് നോട്ട് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ആ വീഡിയോ നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് പഠിക്കാൻ മാത്രമാണ് ഈ വീഡിയോ ആവശ്യം വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ എടുത്ത് കണ്ടുവരുള്ളൂ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ ദ ക്ലാസ്. നമ്പർ സീക്വൻസ്. ഓക്കെ, നമ്മൾ പല നമ്പർ പാറ്റേൺസ് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണ നമ്പേഴ്സ്. പിന്നെ അതുപോലെ വരുന്നതാണ് ഈവൻ നമ്പേഴ്സ് 2, 4, 6, 8 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണ നമ്പേഴ്സ്. പിന്നെ ഓഡ് നമ്പേഴ്സ് 1, 3, 5 എക്സെട്ര. പിന്നെ ഹാഫ് ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പകുതി, അതായത് ഹാഫ്, 1, 3/2 എക്സെട്ര. ഓക്കെ, പിന്നെ സ്ക്വയേഴ്സ് ഓഫ് ദ നാച്ചുറൽ നമ്പേഴ്സ് 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9 എക്സെട്ര. ഇത്തരത്തിൽ എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് which are ordered as first, second, third and so on according to some rule is called number sequence. അതായത് കളക്ഷൻ ഓഫ് നമ്പേഴ്സ്, ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അടുത്ത നമ്പർ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഏത് സീരീസ് എടുത്താലും ഇതിൻ്റെ അടുത്ത നമ്പർ ഏതായിരിക്കും നിങ്ങൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1, 2, 3 കഴിഞ്ഞാൽ 4 വരുന്നറിയാം, 6, 8 കഴിഞ്ഞാൽ അടുത്തത് 10 വരുന്നറിയാം. അങ്ങനെ നെക്സ്റ്റ് നമ്പർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ നമ്പർ സീക്വൻസ് എന്ന് വിളിക്കുന്നത്. പല സൈഡ്സുള്ള, ഇപ്പോൾ ട്രയാങ്കിൾ, അത് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ, അത് കഴിഞ്ഞ് ഒരു പെൻറ്റഗൺ, ഇങ്ങനെ അസ്യൂം ചെയ്യുക. ഇനി ഇവരുടെ സം ഓഫ് ഇൻറ്റേർണൽ ആംഗിൾസ്, ഒരു ട്രയാങ്കിളിൻ്റെ 3 ഈ ഇൻറ്റേർണൽ ആംഗിളും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 360 ആയിരിക്കും. ഒരു പെൻറ്റഗണിൻ്റെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 540 ഐ തിങ്ക്. ഓക്കെ, 540 ആയിരിക്കും. ഈ നമ്പർ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരണ 180, 360, 540 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് കിട്ടും. ഓക്കെ, ഇതിൻ്റെ അടുത്ത ടൈം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു ട്രയാങ്കിൾ, ഇതിൻ്റെ ഈ സൈഡ് 90 ഡിഗ്രിയാണ്. ഓക്കെ, ആൻഡ് ദീസ് രണ്ട് സൈഡും 1 മീറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, നമുക്കപ്പോൾ അറിയാം ബൈ പൈതഗോറസ് തിയറം ഈ സൈഡ് √2 ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വീണ്ടൊരു 90 ഡിഗ്രി വെച്ചിട്ട് 1 മീറ്ററിൽ ഒരു സൈഡ് വരയ്ക്കുന്നു, എന്നിട്ട് ഈ സൈഡ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഇത് വേറൊരു 90 ഡിഗ്രി ട്രയാങ്കിളായി. അപ്പോൾ ഇതിൻ്റെ √1 ആവുമ്പോൾ ബൈ പൈതഗോറസ് തിയറം ഇത് √2 പ്ലസ് √2 സ്ക്വയർ പ്ലസ് 1 വരും, 1 സ്ക്വയർ വരും. അതായത് √2 സ്ക്വയർ 2, 1 സ്ക്വയർ 1, അപ്പോൾ √3 വരും. ഇനി വീണ്ടും ഇവിടെ 90 ഡിഗ്രി വരച്ചു 1 മീറ്ററുള്ള സാധനം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡ് എന്ന് പറയുന്നത് √4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡുകളുടെ ഒരു സീക്വൻസ് ചെയ്തതാണ്, ഈ ഹൈപ്പോട്ടനസിൻ്റെ സീക്വൻസ് ചെയ്തതാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെ വരും √2, √3, √4, √5 ഇങ്ങനെ ഒരു സീക്വൻസ് വരും. ഓക്കെ, ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ √2, √3,
2 √5 ഇങ്ങനെ ഒരു സീക്വൻസ് വരും. ഓക്കെ, ഇതിൽ അടുത്ത പൊസിഷനിലെ ടേം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും ഒരു സീക്വൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ സാധനമാണ്. സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു കളക്ഷൻ ഓഫ് നമ്പേഴ്സാണ്. അതിൻ്റെ അടുത്ത നമ്പർ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് സീക്വൻസ്. അതിൻ്റെ ഉള്ളിലത്തെ ചെറിയൊരു ഭാഗം മാത്രമാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അരിത്തമെറ്റിക് സീക്വൻസ് എന്തിനാന്ന് നോക്കാം. എ സീക്വൻസ് സ്റ്റാർട്ടിങ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിങ് ബൈ ആഡിങ് വൺ നമ്പർ അഗെയിൻ ഈസ് കോൾഡ് അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു നമ്പറിൽ തുടങ്ങും. ഫോർ എക്സാമ്പിൾ ഒരു 10 എന്ന് പറഞ്ഞ നമ്പറിലായിരുന്നു തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു നമ്പർ കോൺസ്റ്റൻ്റ്ലി ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തത് 15, 10ഉം 5ഉം കൂട്ടിയപ്പോൾ 15 കിട്ടി. 15ൻ്റെ കൂടെ വീണ്ടും 5 കൂട്ടും, അപ്പോൾ 20 കിട്ടി. ഓക്കെ, 25 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. മനസ്സിലായോ? എപ്പോഴും ഒരു നമ്പറിൻ്റെ കൂടെ ഒരു ഫിക്സഡ് നമ്പർ കൂട്ടിയിട്ടാണ് അടുത്ത നമ്പർ കിട്ടുക. ഓക്കെ, ഒരു നമ്പറിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യും, അതിൻ്റെ കൂടെ ഒരു ഫിക്സഡ് നമ്പർ കൂട്ടി എഴുതുന്ന ഒരു സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ എന്തിനാണ് നമ്മൾ ഈ അരിത്തമെറ്റിക് സീക്വൻസ് പഠിക്കുന്നത്? ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സിനിമ തിയേറ്ററിൽ പോയി എന്ന് വിചാരിക്കുക. ആദ്യത്തെ റോയിൽ 5 സീറ്റുണ്ട്, രണ്ടാമത്തെ റോയിൽ 10 സീറ്റുണ്ട്, മൂന്നാമത്തെ റോയിൽ 15 സീറ്റുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് ഇവിടുത്തെ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. നിങ്ങളടുത്ത് പെട്ടെന്നൊന്ന് ചോദിക്കുകയാണ്, ഇവിടുത്തെ 41ാമത്തെ റോയിൽ എത്ര സീറ്റുകളുണ്ട്? നിങ്ങൾക്കിത് ഇങ്ങനെ എണ്ണി നോക്കി പറയാം. 5, 10, 15, 20 അങ്ങനെ എണ്ണി നോക്കിയിട്ട് 41 വരെ എണ്ണി നോക്കാം. പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള കുറച്ച് ടെക്നിക്സാണ്. അതുകൂടാതെ ഇപ്പോൾ ഇതിലെ 5ാമത്തെ റോ തൊട്ട് 10ാമത്തെ റോ വരെ എത്ര സീറ്റുകളുണ്ട് പെട്ടെന്ന് നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഫുള്ള് ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ ഓരോന്നായിട്ട് കൂട്ടിയൊക്കെ നോക്കണം. പക്ഷേ അത്തരത്തിലുള്ള അങ്ങനെ ബുദ്ധിമുട്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അരിത്തമെറ്റിക് സീക്വൻസിൽ കുറേ ടെക്നിക്സ് ഉണ്ട്. അരിത്തമെറ്റിക് സീക്വൻസിൽ പോകുന്ന നമ്പേഴ്സ് അതിൻ്റെ സമ്മ് കണ്ടുപിടിപ്പിക്കാനും ഒരു ഡെഫിനിറ്റ് പൊസിഷനിലുള്ള നമ്പർ കണ്ടുപിടിപ്പിക്കാനും കുറേ ടെക്നിക്സ് ഉണ്ട്. അതാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ റിയൽ ലൈഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് അരിത്തമെറ്റിക് സീക്വൻസുകൾ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട സീക്വൻസിൽ ഏതൊക്കെ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നോക്കാം. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുമാണ് ഒരു നമ്പർ. ഓക്കെ, അപ്പോൾ അതായത് 2ൻ്റെ കൂടെ 2 കൂട്ടി, 4ൻ്റെ കൂടെ 2 കൂട്ടി, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം 1ൻ്റെ കൂടെ 2 കൂട്ടിയത്, 3ൻ്റെ കൂടെ 2 കൂട്ടിയത്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി വേറൊരു നമ്പേഴ്സ് ചെയ്താൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണ ഒരു നമ്പർ, ഒരു ഏത് നമ്പർ ആയിക്കോട്ടെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം ഇതൊരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ കൂടെ 0 കൂട്ടി അങ്ങനെയല്ലേ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതായത് ഒരു നമ്പറിൻ്റെ കൂടെ വേറെ നമ്പർ ആഡ് ചെയ്ത് പോകണ സീക്വൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 0 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. അപ്പോൾ 360ൻ്റെ കൂടെ 0 കൂട്ടി അടുത്ത 360 ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരാം. 1, 4, 9, 12 അതായത് ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സാണ്. 1, 2, 3 ഇതിൻ്റെ സ്ക്വയേഴ്സാണ്. ഓക്കെ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 1ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോഴാണ് 4 കിട്ടിയത്, 4ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോഴാണ് 9 കിട്ടിയത്, 9ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോഴാണ് 12 കിട്ടിയത്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ല. മനസ്സിലായോ? അതുകൊണ്ട് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, നിങ്ങൾക്കൊരു ഇങ്ങനൊരു സീക്വൻസ് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനത്തെ ഒരു കോമൺ ഡിഫറൻസ്, അതായത് ഇങ്ങനത്തെ ഒരു കോമൺ ഡിഫറൻസ് ഈ അടുത്തടുത്ത നമ്പറുകൾ തമ്മിലുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അത് റിപ്പീറ്റേറ്റീവ് ആണോ, ആ കോമൺ ഡിഫറൻസ് എല്ലാവരുടെയും സെയിം ആണോ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ 1ൻ്റെയും 4ൻ്റെ ഇടയിലുള്ളതും 9ൻ്റെയും 12ൻ്റെ ഇടയിലുള്ളതും മാത്രമാണ് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കോമൺ ഡിഫറൻസ് പോലെ തോന്നും. പക്ഷേ അങ്ങനെയല്ല. ഇടയിലുള്ള 4ൻ്റെ 9ൻ്റെ ഇടയിലുള്ള കോമൺ ഡിഫറൻസ് വേറെയാണ്. ബിറ്റ്വീൻ എനി നമ്പർ കോമൺ ഡിഫറൻസ് ഷുഡ് ബി സെയിം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊരു സീക്വൻസ് പറഞ്ഞുതരാം. 95, 90, 85, 80 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുവാണ് ഒരു സീരീസ്. ഇതൊരു അരിത്തമെറ്റിക് സീരീസ് ആണെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മളിത് നോക്കുമ്പോൾ 95ൽ നിന്ന് 5 കുറയാണ് ചെയ്തത്. ഓക്കെ, വീണ്ടും 90ൽ നിന്ന് 5 കുറഞ്ഞു, 85ൽ നിന്ന് 5 കുറഞ്ഞു. ഓക്കെ,
ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. 5 കുറഞ്ഞു എന്ന് പറയുമ്പോൾ -5 ആഡ് ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, ഒരു നമ്പറിൻ്റെ കൂടെ -5 ആഡ് ചെയ്തു, അടുത്ത നമ്പറിൻ്റെ കൂടെ -5 ആഡ് ചെയ്തു, അത്തരത്തിൽ പോകണം സീരീസ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, ഇനി കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരു നമ്പറിൻ്റെ കൂടെ വേറൊരു നമ്പർ കൂട്ടിയപ്പോഴാണ് നമുക്ക് അടുത്ത ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ അടുത്ത നമ്പർ കിട്ടാൻ നമുക്കറിയാം. ഈ ഏത് നമ്പറാണോ ആ നമ്പറിൻ്റെ കൂടെ കൂട്ടുന്നത്, ഇതിനെയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് നമ്പർ ഗോട്ട് ബൈ സബ്സ്ട്രാക്റ്റിംഗ് പ്രീവിയസ് ടേം ഫ്രം എനി ടേം ഈസ് കോൾഡ് കോമൺ ഡിഫറൻസ് ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് 4 തൊട്ട് മുമ്പത്തെ നമ്പറിൽ നിന്ന്, അതായത് ഫ്രണ്ടിലത്തെ നമ്പറിൽ നിന്ന് ബാക്കിലത്തെ നമ്പർ കുറയ്ക്കുമ്പോൾ കിട്ടണ സാധനത്തിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. 6ൽ നിന്ന് 4 കുറയ്ക്കുമ്പോഴും 8ൽ നിന്ന് 6 കുറയ്ക്കുമ്പോഴും കിട്ടുന്ന ഈ ഡിഫറൻസ് ആയ 2 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ 3rd ചാപ്റ്ററിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വരാം. പക്ഷേ ഇപ്പം തന്നെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്സിലൊരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇന്ന ഒരു വഴി വെച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. അതായത് ഇപ്പോൾ 3rd ചാപ്റ്ററിൽ ഇക്വേഷൻ വെച്ചിട്ടായാലും ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നല്ല യൂസ്ഫുൾ ആവുന്ന ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, പ്രോഗ്രഷൻ ഞാൻ ഇങ്ങനെ ഷോർട്ടാക്കിയിട്ട് AP എന്നായിരിക്കും എഴുതുക. APയുടെ മീനിങ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ nth ടേം വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു D. ഇതിൽ ഓരോ സാധനങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ ഇതിന് പകരം എക്ക് പകരം x ആയിരിക്കും. xn ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു D എന്നായിരിക്കും ചില സ്ഥലങ്ങളുണ്ടാവുക. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഈ എ എന്ന് പറയുന്നതൊക്കെ ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിൽ നമ്മൾ എടുക്കുന്നത് എ എന്ന് പറയുന്ന nth ടേം, A1 എന്ന് പറയുന്ന ഫസ്റ്റ് ടേം, D എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഫോർ ഇത്തരത്തിലുള്ള സീരീസ് ആലോചിക്കുക. ഇതിൻ്റെ കോമൺ എന്തിട്ടാ, A1 എന്ന് പറയുന്നത് 1ഉം D എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇതിൽ ഏത് ടേം വേണമെങ്കിലും കണ്ടുപിടിക്കും. ഇപ്പോൾ 40ാമത്തെ ടേം ഇതിൽ ഏതായിരിക്കും? അപ്പോൾ A40, A1 1 പ്ലസ് A1 എന്ന് പറയുന്നത് 1 ആണ്, n-1 40ാമത്തെ എന്ന് പറയുമ്പോൾ 40 - 1 ഇൻറ്റു D. ഏതാ D എന്ന് പറയുന്നത് ഇതിൽ കോമൺ ഡിഫറൻസ് 1 ആണ്. അപ്പോൾ 1 പ്ലസ് 39 ആണ് ഇതിൽ വരെ 40. നമുക്കറിയാം ഇതിൽ 40ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 40 ആയിരിക്കും. ഇത് ഈ എക്സ്പ്രഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചോ, നിങ്ങൾക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇതിൽ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസ് ഗിവൺ ബിലോ ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്, ഗിവ് ദ റീസൺസ് ഓൾസോ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കണം. ഓക്കെ, നിങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലേ എന്ന് കണ്ടുപിടിക്കാൻ മാത്രമല്ല, അതിനുള്ള റീസൺ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണെന്ന് പറയാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വേർഡ് ബൈ വേർഡ് നിങ്ങൾ വായിച്ച് നോക്കിയിരിക്കണം. എന്നിട്ട് അതിനുള്ള ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതണം. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു 1 or 2 മാർക്കിനുള്ള ചോദ്യമായിരിക്കും ഈ ഓരോ ക്വസ്റ്റ്യൻസും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, ആ 1 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ആ പറഞ്ഞിരിക്കണം 3 കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയണം, ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ പറയണം, ആൻഡ് കോമൺ ഡിഫറൻസ് പറയണം. ഓക്കെ, ഇനി അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. അതായത് നാച്ചുറൽ നമ്പർ ഏതാ? 1 2 3 4 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. നമ്മൾ നാച്ചുറലി കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. ഇതിൽ ഏത് നമ്പറിനെയാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുക? ഇതിനൊന്നും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ കിട്ടില്ല, കാരണം 4നേക്കാളും ചെറുതാണ് 1 2 3. പിന്നെ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 കിട്ടും. 5നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ റിമൈൻഡർ 1 കിട്ടും. അടുത്ത നമ്പർ ഏതായിരിക്കും? 6 ഇല്ല, 7 8ആണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ അടുത്ത നമ്പർ. അപ്പോൾ അതിൻ്റെ കൂടെ 1 കൂട്ടാം, 9. അടുത്ത 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ 12 ആണ്, അതിൻ്റെ ഒപ്പം 1 കൂട്ടിക്കഴിഞ്ഞാൽ 13 ആയിരിക്കും ഈ സീക്വൻസിൽ അടുത്ത നമ്പർ. ഓക്കെ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്നാണ് ചോദ്യം. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ഈ 5ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോഴല്ല 9 കിട്ടിയ, 9ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോഴാണ് 13 കിട്ടിയ. പിന്നെ അടുത്തത് 13ൻ്റെ കൂടെ 4 കൂട്ടിയാൽ കിട്ടണം 17. അതും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 റിമൈൻഡർ വരും. ഓക്കെ,
അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്നാണ് ചോദ്യം. അപ്പോൾ യെസ്, ഇറ്റ് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്. ഈ AS എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഞാൻ ഫുൾ എഴുതാൻ മടിയായിട്ടാണ്, നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ. ആൻഡ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 എടുത്ത് എഴുതണം. ഇനി ഇതെന്തുകൊണ്ടാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആയത്? അപ്പോൾ ദർ ഈസ് എ കോമൺ ഡിഫറൻസ്, ദാറ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ എഴുതണം. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് എഴുതണം, ഇതിലൊരു കോമൺ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ടാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആയതെന്ന് എഴുതണം, ആൻഡ് കോമൺ ഡിഫറൻസ് 4 എഴുതണം. അങ്ങനെയാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം എഴുതിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റിൻ്റെ മുഴുവൻ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ പറയണത് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. നമ്മൾ നേരത്തെ കണ്ടു 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 വരുന്ന നമ്പറാണ് 5. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് റിമൈൻഡർ 1 or 2. അതുപോലെ തന്നെ അപ്പോൾ 6 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 2 വരും. ഇനി അടുത്ത് വരുന്നത് ഏതാ? അടുത്ത വരുന്ന നമ്പർ ഏതായിരിക്കും? 9 ആയിരിക്കും. 9 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരും. 10 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 2 വരും. അടുത്ത് വരുന്ന നമ്പർ എത്രയായിരിക്കും? 13 ആയിരിക്കും. 13 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരും. 14 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വരും. ഇങ്ങനെ ഈ സീക്വൻസ് തുടർന്ന് പോകും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കണേ, ഇവിടെ 5 നിന്ന് 1 കൂട്ടി 6 കിട്ടും, 6 നിന്ന് 3 കൂട്ടിയാലും നമ്പർ കിട്ടണം. അപ്പോൾ നമുക്ക് പറയാം അവിടെ എന്താ പറയുക, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലാന്ന് അവിടെ വെച്ചാൽ നമുക്ക് മനസ്സിലായി. കാരണം ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ആ ഡിഫറൻസ് കോമൺ അല്ല. ഇവിടെ 1 ഇവിടെ 3 ആണ്. അപ്പോൾ നോ കോമൺ ഡിഫറൻസ്, ഇറ്റ് ഈസ് നോട്ട് അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ. അടുത്ത നമ്മുടെ അടുത്ത് നോക്കാൻ പറഞ്ഞത് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പർ. ഇതിൻ്റെ സ്ക്വയേഴ്സ് 1, 4, 9, 16 ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. 1ൻ്റെ കൂടെ 3 കൂട്ടി, 4ൻ്റെ കൂടെ 5 കൂട്ടി, 9ൻ്റെ കൂടെ 7 കൂട്ടിയപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും കോമൺ ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, കാരണം നോ കോമൺ ഡിഫറൻസ്. ഓക്കെ. ഇനി അടുത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഡിവൈഡഡ് ബൈ ദാറ്റ് നമ്പർ ചെയ്താലാണ് ആ നമ്പറിൻ്റെ റെസിപ്രോക്കൽ കിട്ടുക. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1, 1 ഡിവൈഡഡ് ബൈ 2, 1 ഡിവൈഡഡ് ബൈ 3, 1 ഡിവൈഡഡ് ബൈ 4 എക്സെട്ര. അപ്പോൾ ആദ്യം തന്നെ സെക്കൻഡ് നമ്പറിൽ നിന്ന് ഫസ്റ്റ് നമ്പർ കുറയ്ക്കാം. ഹാഫ് മൈനസ് 1 എന്ന് പറയുമ്പോൾ -1/2 കിട്ടുക. 1/3 - 1/2 എത്ര കിട്ടുക? 2 - 3/6 -1/6 കിട്ടും. ഇവിടെ -1/6 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാം നോ കോമൺ ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ. ഇനി പവേഴ്സ് ഓഫ് 2. 2 0, 2 2 2 2 2 അങ്ങനെ പോകുന്നൊരു സീക്വൻസ്. ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. 2 0 എത്രയാണ്? 1. എനി നമ്പർ 0 1 ആണ് കേട്ടോ. 2 1 2, 2 4, 2 3 8. ഇതിലൊരു കോമൺ ഡിഫറൻസ് ഇല്ല. 1 ഇവിടെ, 2 ഇവിടെ, 4 ഇവിടെ. അപ്പോൾ നോ കോമൺ ഡിഫറൻസ്, അതുകൊണ്ട് തന്നെ അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ. ഇനി ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പർ ഏതൊക്കെയാണ്? 1, 3, 5, 7 ഇതാണ് ഓഡ് നമ്പേഴ്സ്. ഇതിൻ്റെ ഹാഫ് എത്ര വരും? ഹാഫ് 3/2, 5/2, 7/2 എക്സെട്ര. ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ടോ? 3/2 - 1/2 എത്ര വരും? 2/2, അതായത് 1. 5 - 3 2, 2/2. ഇവിടെയും 1 തന്നെ വരാം. 5 - 3 എന്ന് പറയുന്നത് 2/2, അതും 1 വരും. 7 - 5 എന്ന് പറഞ്ഞാൽ 2/2, അവിടെയും 1 വരും. അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 കിട്ടും. അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഭയങ്കര എളുപ്പമാട്ടോ. നിങ്ങൾ എന്തായാലും ഇതിലൊക്കെ സുഖമായിട്ട് മാർക്സ് പറയാൻ പറ്റും. ഇനി അടുത്ത വരുന്ന ക്വസ്റ്റ്യൻ, സീ ദീസ് പിക്ചേഴ്സ്, ഹൗ മെനി സ്മോൾ സ്ക്വയർസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ പിക്ചറിൽ എത്ര ചെറിയ സ്ക്വയർസ് ഉണ്ട്? 2 സ്ക്വയർസ് ഉള്ളൂ. രണ്ടാമത്തേൽ ചെറിയ സ്ക്വയർസ് എന്നാണ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ കറക്റ്റ് ശ്രദ്ധിക്കണം. ഹൗ മെനി സ്മോൾ സ്ക്വയർസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേൽ 2, രണ്ടാമത്തേൽ 4, മൂന്നാമത്തേൽ എത്ര എണ്ണം വരുന്നുണ്ട്? 6,
അടുത്തതിൽ 8 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണത്. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ കൂടെ 2 കൂട്ടി, 4ൻ്റെ കൂടെ 2 കൂട്ടി, 6ൻ്റെ കൂടെ 2 കൂട്ടി. അപ്പോൾ ദർ ഈസ് എ കോമൺ ഡിഫറൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് എന്നാണ് അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലാർജ് സ്ക്വയർ 0 ആണ്, രണ്ടാമത്തെ ലാർജ് സ്ക്വയർ 1 ആണ്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞാൻ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. നമുക്ക് ഫസ്റ്റത്തെ നോക്കി കഴിഞ്ഞാൽ ലാർജ് സ്ക്വയർ ഇല്ല, ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, ഇപ്പോൾ 0. രണ്ടാമത്തേൽ വരുന്ന ലാർജ് സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. മൂന്നാമത്തേൽ വരുന്ന ലാർജ് സ്ക്വയർ ഇതൊരെണ്ണം, അപ്പോൾ 2 എണ്ണം ഉണ്ട്. അടുത്തേൽ പറഞ്ഞ ലാർജ് സ്ക്വയർ ഏതൊക്കെയാണ്? 1, 2, 3. അപ്പോൾ ഇതിൻ്റെ സീക്വൻസ് എങ്ങനെ വരാം? 0, 1, 2, 3. കോമൺ ഡിഫറൻസ് 1, 1, 1. ദർ ഈസ് കോമൺ ഡിഫറൻസ്, therefore it is arithmetic sequence. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. In the picture below, the perpendiculars drawn from the bottom line are equally spaced. Show that the sequence of the height of the perpendiculars on continuing this form an arithmetic sequence. സിമ്പിളാണ് ഈ സാധനം. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നുന്നെങ്കിൽ ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഇതൊരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ്, ഒരു 2 sides ആണ്, 2 sides ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ അവിടെ നിങ്ങൾ ലൈൻ വരയ്ക്കുകയാണ്. ഇതുപോലെ തന്നെ ഫസ്റ്റ് ഒരു ലൈൻ വരച്ചു, പിന്നെ അതിന് പാരലായിട്ട് ഇത് ഒരു എക്സ് ഡിസ്റ്റൻസിലാണെങ്കിൽ അടുത്ത എക്സ് ഡിസ്റ്റൻസിൽ ഇതിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. വീണ്ടും അടുത്തൊരു എക്സ് ഡിസ്റ്റൻസിൽ ഇതിന് പാരലായിട്ട് അടുത്ത ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെ വരച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ് എക്സ് എല്ലാവരുടെയും സെയിം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിത് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഈ ഹൈറ്റ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണ് തെളിയിക്കണം. ഓക്കെ, ഇത് ചെയ്യാനായിട്ടൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഈ ബോട്ടം ലൈനിന് പാരലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, ഇവിടെയും വരയ്ക്കുക. ഈ ലൈൻസൊക്കെ ബോട്ടം ലൈനിൽ പാരലാണ്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ഇങ്ങനെ കുറച്ച് ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ടായി. 1, 2, 3, 4. ഈ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ എല്ലാതും ഈ ആംഗിൾ സെയിം ആണ്, ഈ ആംഗിൾ 90 ആണ് എല്ലാത്തിൻ്റെയും. ഓക്കെ, അതിനാർക്കും ഡൗട്ടില്ലല്ലോ. ഓക്കെ, ഈ ആംഗിൾ സെയിം ആണ്. അപ്പോൾ എല്ലാ ആംഗിൾസും സെയിം ആണ്. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ബോട്ടത്തിൽ വരുന്ന എക്സ് എന്ന് പറയുന്ന ഇതും സെയിം ആണ്. അതായത് ഇപ്പോൾ 2 ട്രയാങ്കിൾ എടുക്കണം. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ 1 and 2 എടുത്തു. എക്സ് സെയിം ആണ്, ഈ 2 എക്സ് സെയിം ആണ്, ഈ ആംഗിളും സെയിം ആണ്, ഈ ആംഗിളും സെയിം ആണ്, ഈ ആംഗിൾ സെയിം ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. മനസ്സിലായോ? ഈ 2 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. മനസ്സിലായോ? ഇതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഈ സൈഡ് ഈക്വൽ ആയിരിക്കും, ഈ സൈഡ് ഈക്വൽ ആയിരിക്കും, ഈ സൈഡ് ഈക്വൽ ആണ്. എല്ലാ ആംഗിളും സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ഹൈറ്റ് ഇത് വൈ എടുക്കുകയാണെങ്കിൽ ഇത് വൈ ആയിരിക്കും, ഇത് വൈ ആയിരിക്കും, ഇത് വൈ ആയിരിക്കും. അതായത് ഇതിൻ്റെ അർത്ഥം തെറ്റാ, ഫസ്റ്റ് ഒരു ലെങ്ത്ത്, അതിൻ്റെ ഒപ്പം ഒരു വൈ കൂട്ടി, അതിൻ്റെ ഒപ്പം വീണ്ടൊരു വൈ കൂട്ടി, അതിൻ്റെ ഒപ്പം വീണ്ടൊരു വൈ കൂട്ടി. മനസ്സിലായോ? ഇത് നിങ്ങളിപ്പോൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഫസ്റ്റ് തന്നെ ഡ്രോ ലൈൻസ് പാരലൽ ടു ദ ബേസ്. പാരലായിട്ട് ബേസ് ലൈൻ വരച്ചു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ട്രയാങ്കിൾ 1, 2, 3 etc. ആർ ഈക്വൽ ട്രയാങ്കിൾസ് ബിക്കോസ് ആംഗിൾസ് ആൻഡ് വൺ സൈഡ് എക്സ് ഈസ് ഈക്വൽ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഈ ലെങ്ത്ത് വൈ എന്ന് പറഞ്ഞ് കൂട്ടിപ്പോണ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റത്തെ ലൈൻ്റെ ലെങ്ത്ത് വൈ ആണ്, അടുത്ത ലൈൻ്റെ ലെങ്ത്ത് y + y ആയിരിക്കും, അടുത്ത ലൈൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് y + 2y + y ആയിരിക്കും. അതായത് ദർ ഇസ് എ കോമൺ ഡിഫറൻസ് y. അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. ഇത് ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഇതിൻ്റെ ഒക്കെ നോട്ട് നോക്കി നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ എഴുതിയിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. വൺസ് നിങ്ങൾക്ക് അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നോട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ബിലോ സം ഓഫ് ദ ടേംസ് ആർ നോട്ട് റിട്ടേൺ. ഓക്കെ, നമ്മൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുന്നു, അതിലെ ടേംസ് ഫില്ല് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, 24, 42 -- ഓക്കെ, ആദ്യം തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് എത്ര? 42 - 24 ആയിരിക്കും. ഓക്കെ,
18 കോമൺ ഡിഫറൻസ്. അപ്പോൾ 40 ഇനി അടുത്ത ടൈം കണ്ടുപിടിക്കണമെങ്കിൽ 42ൻ്റെ കൂടെ 18 കൂട്ടണം. 18 42 + 18 എത്ര വരാം? 60 വരും. ഓക്കെ, 60 + 18 എത്ര വരും? 78 വരും. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, പിന്നെ അത് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡാഷ് 24 42 ഡാഷ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാൽ മാത്രമല്ല കോമൺ ഡിഫറൻസ് കിട്ടായി. ഏത് ടൈമിൽ നിന്നും അതിൻ്റെ തൊട്ട് മുമ്പത്തെ ടൈം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഇവിടെയും 42 - 24 തന്നെ ചെയ്ത് കഴിഞ്ഞാൽ 18 കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഇപ്പുറത്തേക്കുള്ള ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 18 കുറയ്ക്കുകയാണ് വേണ്ടത്. 24 - 18 എത്ര ആയിരിക്കും? 6 ആയിരിക്കും. 42 + 18 എത്ര ആയിരിക്കും? 60 ആയിരിക്കും. നമ്മൾ നേരത്തെ മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അതായത് നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് അറിയാമെങ്കിൽ ഒരു സംഖ്യയുടെ തൊട്ട് മുമ്പിലുള്ള സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ കോമൺ ഡിഫറൻസ് കുറയ്ക്കണം, തൊട്ടപ്പുറത്തുള്ള സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ ആ സംഖ്യയോട് കൂടിയിട്ടുള്ള കോമൺ ഡിഫറൻസ് കൂട്ടണം. അത്രേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ സ്വന്തമായി ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ക്ലാസ് ഞാൻ ചെയ്തത്. ഓക്കെ, റെക്കോർഡിംഗ് അല്ലേ. അപ്പോൾ ഇത് മെയിനായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തു തന്നത് ഞാൻ എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞ വേ തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. എൻ്റെ ക്ലാസ് പഠിക്കാനായിട്ട് ഞാൻ പറയണ വേ തന്നെ ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ PPT ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഇതിൻ്റെ നോട്ടും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കുക. വീഡിയോ കാണാതിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു റഫ് ബുക്ക് ഉണ്ടായിക്കോട്ടെ. റഫ് ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ച് എഴുതി എക്സ്പ്ലെയിൻ ചെയ്ത് കണക്ക് കൂട്ടി പഠിക്കുക. പക്ഷേ നിങ്ങൾ ഇത് കഴിഞ്ഞു വൺസ് നിങ്ങൾ വീഡിയോ കണ്ടെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കാൻ എടുക്കേണ്ടത് ഈ നോട്ടായിരിക്കണം, ഈ PPT ആയിരിക്കണം. ഈ PPT നോട്ട് വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ആദ്യം തന്നെ PPT നോക്കുക. PPTയിലെ കൺസെപ്റ്റുകൾ വായിക്കുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് വരുന്ന എക്സസൈസ് പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ ഓരോന്നിടത്ത് സ്വയം ഈ റഫ് ബുക്കിൽ തന്നെ എടുത്ത് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട് വരുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ അല്ല, ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് നോക്കുക. നോട്ടിൽ ഞാൻ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറച്ചും കൂടി നല്ല ക്ലാരിറ്റിയിലായിരിക്കും നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ഓക്കെ, അത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് വന്നിട്ട് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയാം, ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയും പോകണ്ട പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം ഇപ്പോൾ ക്ലാസ്സൊക്കെ ഇനി ഒരു മന്ത് കഴിഞ്ഞിട്ട് തുടങ്ങുള്ളൂ. അതിനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് ഓരോ 2-3 ചാപ്റ്ററൊക്കെ എല്ലാ സയൻസ് സബ്ജക്റ്റിൽ നിന്ന് എടുത്ത് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇത് എന്തായാലും അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം.